നമ്മുടെ നടൻ ദേവ്ജി ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്തുകൊണ്ടാണ് താൻ ബി.ജെ.പിയിൽ ചേർന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ചേർന്നത് എന്നുള്ളത് എനിക്കറിയാം. എന്നിൽ അധികാരം വരണം, ഞാൻ അതിന് അധികാരം വേണം, അതിന് യോഗ്യനായിട്ടുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ബി.ജെ.പിയിൽ ചേർന്നത് എന്നാണ് ദേവ്ജി പറയുന്നത്. പാലക്കാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിട്ട് കാത്തിരിക്കുന്ന ഒരാളുണ്ട്, ദേവ്ജിക്ക് അറിയുമോന്ന് അറിയൂല. നമ്മുടെ സുരേന്ദ്രേട്ടനൊക്കെ രണ്ടിടത്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പക്ഷെ ആളുകൾ പുല്ല് വില കൽപ്പിച്ചില്ല, രണ്ടിടത്തും തോൽപ്പിച്ചു. സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും ഒക്കെ കുറെ നാളുകളായിട്ട് ഇപ്പൊ എടുക്കും എന്ന് പറഞ്ഞിങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തില്. അനിൽ ആന്റണിയും അതിനുവേണ്ടി തന്നെ ആട്ടോ കാത്തിരിക്കുന്നത്. ഇങ്ങനെ കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട് അധികാരം വരാൻ, യോഗ്യരാണെന്ന് സ്വയം വിചാരിക്കുന്ന കുറെ ആളുകൾ. പക്ഷെ മലയാളികൾ ബി.ജെ.പിയുടെ ഭാഗമായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന പരിഗണന എന്താന്ന് മെട്രോമാൻ ശ്രീധരനും സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും അനിൽ ആന്റണിയും സുരേന്ദ്രനും ഒക്കെ അനുഭവിച്ചറിഞ്ഞതാണ്. അത് ദേവ്ജിയും അറിയാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ കേരളത്തിൽ വർഗീയവാദികളെ വിജയിപ്പിക്കില്ല, കേരളത്തിൽ ബി.ജെ.പിക്ക് ജയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല, ഇവിടെ മനുഷ്യർ ചാണകം ചവിട്ടില്ല എന്നിങ്ങനെ ആത്മാഭിമാനത്തോടെ പറയുമ്പോഴും നമ്മുടെ ദേവ്ജി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ട് അത് സാധിക്കുമെന്ന് ഉറപ്പുണ്ട് എനിക്ക്. ആരാണ് അയാൾ? ഒരു ഫ്രോഡ്. അടുത്ത 2024 ബി.ജെ.പി 20 സീറ്റ് വേണമല്ലോ. ഈ 20 സീറ്റിൽ 2-3 സീറ്റിൽ മാത്രം ജയിക്കാതിരിക്കുക വേറെ വിഷയം. ഒരു കാൻഡിഡേറ്റിനെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കി 17 സീറ്റുകളും ആളില്ല, അതിന് യോഗ്യരായ ആൾക്കാർ ഇന്ന് ബി.ജെ.പിയിലില്ല. അപ്പോ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആളുകളൊന്നും യോഗ്യരല്ല എന്നാണ് ദേവ്ജി പറയുന്നത്. ആകെ 2-3 ആളുകൾ, അതും ജയിക്കുന്നൊന്നും ഉറപ്പില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിലും മത്സരിപ്പിച്ചാലും 2-3 സീറ്റിലെ നമുക്ക് സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അവർ തന്നെ ജയിക്കുമെന്ന് ഉറപ്പില്ല. കാരണം യോഗ്യരായ ആളുകൾ കേരളത്തിൽ ബി.ജെ.പിയിൽ ഇല്ല. ഇപ്പൊ ഞാൻ വന്നു, ഞാനൊരു യോഗ്യനായിട്ടുള്ള ഒരാളാണ്. സുരേന്ദ്രനേക്കാൾ ഇവിടെ കുറെ കാലമായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വർഗീയത കുത്തി നിറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. അവരെക്കാളൊക്കെ യോഗ്യനായ ആൾ ഞാനാണ് എന്നാണ് ദേവ്ജി പറയുന്നത്. അല്ല ദേവ്ജി, നമ്മുടെ ബി.ജെ.പിയുടെ നേതാക്കന്മാരുണ്ടല്ലോ, ഇവിടെ കുറെ ആളുകൾ ഉണ്ടല്ലോ, നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിട്ടുള്ള വി മുരളീധരനൊക്കെ അടക്കമുള്ള ആളുകളുണ്ടല്ലോ, അവരെ കൊണ്ടൊന്നും പറ്റൂല, ഈ ബി.ജെ.പിക്കാരെ കൊണ്ടൊന്നും പറ്റൂല എന്ന് തന്നെയാണോ പറയുന്നത്? ബി.ജെ.പിക്കാർക്കും കഴിയുന്നില്ലെന്നുള്ള? ഇല്ലല്ലോ, ഒന്നും പറ്റില്ല. ബി.ജെ.പിക്കാർക്ക് തീരെ പറ്റില്ല. അവർക്കൊരു കടമയില്ലേ, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ ഈ ജനങ്ങളോട്? ഓ, വളരെ കൃത്യമാണത്. വി മുരളീധരനെ പോലുള്ള ആളുകളൊന്നും ജനങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി അത് നിർവഹിക്കുന്നില്ല എന്നാണ് ദേവ്ജി പറയുന്നത്. വെറുതെ ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ വർഗീയത വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ, അത്രമാത്രമാണ് ബി.ജെ.പിയുടെ ആളുകൾ എന്ന് തന്നെയാണ് ദേവ്ജി സമ്മതിക്കുന്നത്. കാരണം ജനങ്ങളുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലേ, അതൊന്നും അവർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റില്ല, അവരെ കൊണ്ട് ഇവിടെ കേരളം പിടിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ദേവ്ജി തുറന്ന് സമ്മതിക്കുന്നത്. ഈ സുരേഷ് ഗോപി ചേട്ടനുണ്ടല്ലോ, ഭയങ്കര സംഘികൾ, നല്ല നന്മ മനസ്സാണ്, നന്മയുടെ നിറകുടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപി ചേട്ടൻ, എന്താണ് സുരേഷ് ഗോപി ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം? അതൊക്കെ വേറെ ഒരുപാട് എജൻഡകൾ വെച്ച് പുലർത്തുന്നവരാണ് അവരൊക്കെ. ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അതിന് വെറുതെ ഈ കണകുണ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ കണകുണ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തൃശ്ശൂർ എടുക്കും, കണ്ണൂർ എടുക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ദേവ്ജി പറയുന്നത്. അതുകൊണ്ടൊന്നും കേരളത്തിൽ ബി.ജെ.പി ജയിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി കേരളത്തിലെ ബി.ജെ.പിയെ ജയിപ്പിക്കാൻ, കേരളത്തിൽ അധികാരം പിടിക്കാൻ ഇതാ യോഗ്യനായ ഒരാൾ വന്നിരിക്കുകയാണ്. അതാണ് ദേവ്ജി, ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ചേർന്നത് എന്നുള്ളത് എനിക്കറിയാം. എന്നിൽ അധികാരം വരണം, ഞാൻ അതിന് യോഗ്യനാണ്.